ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്തുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മുംബൈക്ക് സ്പെഷ്യൽ കിച്ചടി ഉണ്ടാക്കാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ഇറച്ചി എടുത്തിന്, 4 ഉള്ളി എടുത്തിന്. അതിന് എണ്ണ വിട്ടിട്ട് വാട്ടാൻ വെക്കണം. ഇതേ കളറാകുമ്പോൾ ഇല്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് 4 സ്പൂൺ ഇടണം. ഇനി അങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കണം ഇതിൻ്റെ മണം മാറുന്നത് വരെ. പിന്നെ ഞാൻ 4 തക്കാളി എടുത്തിന്. ഇതിനെ മിക്സാക്കിയിട്ട് കുറച്ച് ഉപ്പിടണം, അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേമാതിരി വെന്ത് കിട്ടിയ പിന്നെ ഇതിൽ ഇറച്ചില്ല ഞാൻ കതിയിട്ട് വെച്ച തണ്ണിയാറാൻ വെച്ച് ഞാൻ അതിന് ഇതിൽക്കിടണം. ഇതിൽക്കിടി നല്ല മിക്സാക്കിയ പിന്നെ 2 സ്പൂണ് ഗരം മസാലയും വലിയ സ്പൂണിൽ 4 സ്പൂണ് മുളക് പൊടി എടുത്തിന്, 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിന്, വലിയ സ്പൂണിൽ 3 സ്പൂണ്. പിന്നെ കണക്കിന് ഉപ്പിടണം. നല്ല മിക്സാക്കിയിട്ടില്ലേ ഒരു കുപ്പി വെള്ളം ഒഴിക്കണം. നന്നാ കൂടുതൽ ഒഴിക്കാൻ പാടില്ല, എന്താ ഇറച്ചിൻ്റെ വെള്ളം വരുന്നല്ല. കുറച്ച് ഈ മസാലയിൽ ഇറച്ചിനെ വേവാൻ വെക്കണം. പിന്നെ ഒരു കുപ്പി വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിനെ മൂടിയിട്ട് വെക്കണം. ഒരു സൈഡിൽ ഞാൻ പിന്നെ ഒരു കുക്കറിലില്ലേ ഞാൻ തൊലി കളഞ്ഞ ഗോതമ്പം കിട്ടുന്നത് അതെടുക്കണം. പിന്നെ ഈ ജേവ് എന്ന് പറഞ്ഞിട്ട് ഇട്ടുന്നു ഇവിടെ, നാട്ടിലെന്തെന്ന് പറയുന്നത് അറിയാല, അതിടണം. പിന്നെ കുറച്ചൊരു വേണം കരി ഇട്ടാൻ കൈ പച്ചരി വേണ്ടിയവർക്ക് കുറച്ചൊരു കയ്യിലെടുത്തിട്ട് അരി ഇടണം. പിന്നെ 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിന്, ഒരു പച്ചമുളക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടണം. കുറച്ച് ഉപ്പിടേണ്ടത്. വെള്ളം ഒഴിച്ചിട്ട് അതിനെ വേവാൻ വെക്കണം. പിന്നെ ഒരു സൈഡിൽ ചുവന്ന താള്, മഞ്ഞ താള്, കടലേൻ്റെ വേള, പിന്നെ ഇഡ്ഡിൻ്റെ താള്, പച്ചപ്പറ്റിൻ്റെ താളിൽ 1.5 ഇതെടുക്കണം, 1.5 കപ്പ്. ബാക്കിയെല്ലാം 1 കപ്പ് എടുക്കണം. പിന്നെ ഞാൻ ഈ വലിയ പയറില്ലേ ബലത്ത് അതിനെ പോത്തിയിട്ട് വെക്കണം. വെച്ചിട്ട് കാലത്ത് അതിനെ കയറ്റി ഇതിനെ ഒക്കത്തെ കയറ്റി ഇൽക്കിടണം കുക്കർക്ക്. അതിൽക്കൊരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ടില്ലേ അതിനെ വേവാൻ വെക്കണം. പിന്നെ നോക്കല്ലേ ഇത് വെച്ചിട്ടില്ല ഗോതമ്പയും പിന്നെ ജവും പാർലി അതിനെ നോക്കും, അത് വെന്ത് കിട്ടീന്. അതിനൊരു സൈഡിൽ ചട്ടിക്ക് ഇടണം. അതിൻ്റെ നിന്ന് കുറച്ച് അടുക്കി പിടിച്ചിട്ട് അതിന് ഈ ചട്ടിക്ക് മാറ്റണം. മാറ്റി നല്ല മിക്സാക്കി ഇതേമാതിരി എടുക്കാം. നോക്കി ഇതേമാതിരി നല്ല കണക്കിൻ്റെ വെന്ത് കിട്ടീന് ഇറച്ചി. ഇതേൽക്ക് മാറ്റിയിട്ട് എടുക്കണം. പിന്നെ മിക്സാക്കിയിട്ട് എടുക്കണം. നോക്ക് ഇതേമാതിരി ഇതിനെ അതേ ചട്ടിക്ക് ഒഴിച്ചിട്ട് എടുക്കണം. പിന്നെ അതിനെ മിക്സാക്കിയിട്ട് എടുക്കണം. മിക്സാക്കിയിട്ട് എടുത്ത് പിന്നെ ഒരു സൈഡിൽ ദാൾ വെച്ചിട്ടില്ലേ, ദാൾ നോക്കും വെന്ത് കിട്ടീന് നല്ല. അതിനെ പങ്ങല അടിച്ചിട്ട് എടുക്കണം, ദാൾ കാണാൻ പാടില്ല. ഇങ്ങനെ ഇറച്ചിയും ഗോതമ്പ് ഇട്ടില്ലേ അതേ ചട്ടിക്ക് ദാളിനെയും ഇറച്ചിട്ടിടണം, ഒഴിച്ചിട്ട് എടുക്കണം. പിന്നെ ഈ ചട്ടി നിറഞ്ഞ പിന്നെ ഞാൻ മറ്റേ ചട്ടിക്ക് സൈഡിൽ മാറ്റിയിട്ട് എടുത്തിന്. പിന്നെ മിക്സാക്കിയിട്ട് എടുക്കണം. പിന്നെ കൊത്തമീർ ഇടണം. പിന്നെ ഫിരിസ്ത ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്തിന്, 5-6 ഉള്ളിൻ്റെ ഫിരിസ്ത ഇടണം മുകളിലേക്ക്. കൊത്തമീർ ലിമ്പ് ഇതേമാതിരി ലിമ്പും ഫിരിസ്തയും പുതിനയും കൊത്തമീർ ഇട്ടിട്ട് കഴിച്ചിട്ട് എടുക്കണം, നല്ല ടേസ്റ്റ്. ഫിരിസ്ത ഒരു സൈഡിൽ 6 ഉള്ളിൻ്റെ ഉണ്ടാക്കിയിട്ട് എടുത്തിന്. അതിനെ ഞാൻ ഒരു കിണ്ണത്തിലേക്ക് കിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഫിരിസ്തയും കൊത്തമീറും പുതിനയും ലിമ്പും ഇട്ടിട്ട് കഴിക്കണം, ടേസ്റ്റ് നല്ല. वीडियो अच्छा लगा तो लाइक शेयर सब्सक्राइब करना ना भूलें।